2024 ഒക്ടോബർ 20-ന് നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ച വളരുന്ന നിലമ്പൂരിന്റെ മനസ്സറിഞ്ഞ് വളരുന്ന പ്രീമിയം ബ്രാൻഡഡ് ജ്വല്ലറി ഔട്ട്ലെറ്റ് ആയ തന്മയ ജ്വല്ലറി വിജയകരമായി 1 വർഷം പൂർത്തിയാക്കും. ജനങ്ങളുടെ വിധിയെഴുത്തിന് കാത്തുനിൽക്കാതെ പ്രചരണ തിരക്കുകളിൽ നിന്ന് ഹസീന യാത്രയായി. മൂത്തേടം ഗ്രാമപഞ്ചായത്തിലെ 7-ാം വാർഡ് പായിമ്പാടത്തെ UDF സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിനെ വട്ടത്ത് ഹസീനയുടെ വിയോഗം നാടിനെ ഒന്നടങ്കം ദുഃഖത്തിലാഴ്ത്തി. ഞായറാഴ്ച വൈകിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം കഴിഞ്ഞ് കുറ്റിക്കാട്ടിലെ വീട്ടിലെത്തിയ ഹസീനയ്ക്ക് 11:15 ഉണ്ടായ നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിലേക്കുള്ള വഴിമധ്യേയാണ് മരണം സംഭവിച്ചത്. വാർഡിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. പഞ്ചായത്ത് വാർഡ് വിഭജനം നടത്തിയതിനെ തുടർന്ന് പുതുതായി വന്ന വാർഡാണ് പായിമ്പാടം. ഈ വാർഡിൽ നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പിലെ അവസാനഘട്ട പോരാട്ടത്തിലുണ്ടായ ഹസീന ടീച്ചറിന്റെ വിയോഗം പ്രവർത്തകരെയും നാട്ടുകാരെയും കണ്ണീരിലാഴ്ത്തി. 2000-2005 കാലഘട്ടത്തിൽ പഞ്ചായത്ത് മെമ്പറായും അംഗനവാടി ടീച്ചറായുമെല്ലാം ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിച്ചിരുന്ന ഹസീന ടീച്ചർ വാർഡിലെ കൊച്ചുകുട്ടികൾക്ക് പോലും സുപരിചിതയായിരുന്നു. പതിറ്റാണ്ടുകളായി പായിമ്പാടം അംഗനവാടിയിൽ വർക്കറായി സേവനം ചെയ്ത ഹസീനയ്ക്ക് അനേകം ശിഷ്യഗണങ്ങളുണ്ട്. വാർഡിലെ പ്രവർത്തകരെക്കാൾ ആവേശമായിരുന്നു പ്രചരണ പ്രവർത്തനങ്ങളിൽ ഹസീനയ്ക്ക്. പ്രവർത്തകരെത്തും മുൻപ് തന്നെ വോട്ടർമാർക്കിടയിൽ വോട്ട് തേടി ഇറങ്ങുന്നതായിരുന്നു പതിവ്. വാർഡിലെ മിക്ക വോട്ടർമാർക്കും ആദ്യാക്ഷരം പകർന്നു നൽകിയതും ഹസീനയായതിനാൽ പ്രത്യേകമായി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്തതിനാൽ മിക്ക വീടുകളും സ്വന്തം വീട് പോലെയായിരുന്നു. എതിർ സ്ഥാനാർത്ഥിയായ LDFിലെ സെബ്നയും ഹസീന ടീച്ചറുടെ ശിഷ്യയായിരുന്നു. ഞായറാഴ്ച പകൽ മുഴുവൻ വീടുകൾ കയറിയുള്ള വോട്ടഭ്യർത്ഥനയും രാത്രി കുടുംബയോഗങ്ങളിലും പങ്കെടുത്താണ് ഹസീന വീട്ടിലെത്തിയത്. മൂത്തേടം പഞ്ചായത്ത് വനിതാ ലീഗ് പ്രസിഡന്റ്, മൂത്തേടം അർബൻ ബാങ്ക് ഡയറക്ടർ എന്നീ പദവികളും വഹിച്ചിരുന്നു. ഹസീനയുടെ അപ്രതീക്ഷിത വിയോഗം മൂത്തേടത്തെ മുസ്ലിം ലീഗിനും UDFിനും നികത്താനാവാത്ത നഷ്ടമാണെന്ന് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും മുസ്ലിം ലീഗ് ഓർഗനൈസിംഗ് സെക്രട്ടറിയുമായ ഇസ്മായിൽ മൂത്തേടം പറഞ്ഞു. പ്രതീക്ഷമായിട്ടാണ് ഇന്നലെ മൂത്തേടം പഞ്ചായത്തിലെ 7-ാം വാർഡ് പായിമ്പാടം വാർഡിൽ മത്സരിക്കുന്നത് UDFിന്റെ സ്ഥാനാർത്ഥി ഹസീന ടീച്ചറെ മരണപ്പെട്ടത്. രാത്രി 11:10 കൂടിയാണ് ഈ മരണം സംഭവിച്ചത്. 2000 മുതൽ 2005 വരെ മൂത്തേടം ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരുന്നു. പായിമ്പാടം അംഗനവാടിയിലെ ടീച്ചറാണ്. ദീർഘകാലം സൗമ്യമായി ഹിന്ദിയോടുകൂടി മാത്രമേ ടീച്ചർ നാട്ടുകാരെ കാണാറുള്ളൂ. അതുകൊണ്ട് തന്നെ ടീച്ചർ സ്ഥാനാർത്ഥിയായി എന്ന് പറഞ്ഞപ്പോൾ മുഴുവൻ ജനങ്ങളും ആ സന്തോഷം ഏറ്റെടുത്ത് രാഷ്ട്രീയത്തിന് മുഴുവൻ ആളുകളും അത് ഏറ്റെടുത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ടീച്ചറുടെ വിയോഗം, ടീച്ചർ മൂത്തേടത്തെ വനിതാ ലീഗിൻ്റെ പ്രസിഡൻ്റാണ്, മൂത്തേടം അർബൻ ബാങ്കിൻ്റെ ഡയറക്ടറാണ്. അപ്പോൾ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്നൊരു തന്റെ ഗുരുനാഥയുടെ വിയോഗം തന്നെയും ദുഃഖത്തിലാഴ്ത്തിയെന്നും രാഷ്ട്രീയത്തിൽ എതിർചേരിയിലാണെങ്കിലും വ്യക്തിപരമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നതായും ഹസീന ടീച്ചറുടെ കുടുംബത്തിന്റെയും പാർട്ടി പ്രവർത്തകരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നതായും വാർഡിലെ എതിർ സ്ഥാനാർത്ഥി LDFിലെ സെബ്നയും പ്രതികരിച്ചു. ടീച്ചറ് പെട്ടെന്ന് ഒരു വേർപാടിലാണല്ലോ ഇപ്പം നമ്മൾ. ഇപ്പം രാഷ്ട്രീയത്തിലാണെങ്കിലും നമ്മൾ എതിർകക്ഷിയിലാണെങ്കിലും അതിലുപരി സൗഹൃദത്തിലും ആദ്യാക്ഷരം പകർന്നു തന്നിട്ടുള്ള ഒരു അധ്യാപിക കൂടിയായിരുന്നു. വേർപാടിൽ അവരുടെ അനുശോചനം അറിയിക്കുകയാണ്. അതുപോലെ UDF പ്രവർത്തകരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു. രാഷ്ട്രീയത്തിലുപരിയായി നല്ല വ്യക്തിബന്ധം പുലർത്തുന്നത് കൊണ്ട് തന്നെ നമ്മൾ ദുഃഖത്തിൽ UDF കുറ്റിക്കാട്ടിൽ അനുസ്മരണ പരിപാടിയും നടത്തി. ഹസീനയുടെ വിയോഗത്തെ തുടർന്ന് അവരോടുള്ള ആദരവായി തിങ്കളാഴ്ച പഞ്ചായത്തിലെ പ്രചരണ പരിപാടികൾ UDF ഒഴിവാക്കുകയും ചെയ്തു. സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് വാർഡിൽ നടക്കുന്ന പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. എന്നാൽ ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പതിവ് പോലെ നടക്കും.
പുത്തേടം. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.